കെ.എസ്.ആർ.ടി.സി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നാണ് യു.ഡി.എഫ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് കേരളത്തിലെത്തി ഈ വാഗ്ദാനം ആവർത്തിച്ചത്. പക്ഷേ അധികാരത്തിലെത്തിയപ്പോൾ കോൺഗ്രസ് കാലുമാറിയിരിക്കുന്നു. ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. ജൂൺ 15 മുതൽ കെ.എസ്.ആർ.ടി.സി ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. കെ.എസ്.ആർ.ടി.സിക്ക് ഉണ്ടാവുന്ന നഷ്ടം സർക്കാർ നികത്തുമെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രിയദർശിനി എന്ന പേരിലാകും പദ്ധതി നടപ്പിലാക്കുക എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ട്രാൻസ്ജെൻഡേഴ്സിനും സൗജന്യമായി യാത്ര ചെയ്യാം. 800 കോടി ബാധ്യതയുണ്ടാക്കുന്ന പദ്ധതിയാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ യാഥാർത്ഥ്യത്തിലേക്ക് കടന്നാലോ? തിരുവനന്തപുരം ജില്ലയുടെ കാര്യം മാത്രം എടുത്താൽ മതി. ഇവിടെ ഓർഡിനറി ബസ് കണി കാണാൻ പോലുമില്ല. എല്ലാം സിറ്റി ഫാസ്റ്റ് ബസ്സുകളാണ്. സിറ്റി ഫാസ്റ്റും ഓർഡിനറിയും തമ്മിൽ കണ്ടാൽ പോലും തിരിച്ചറിയാൻ കഴിയില്ല. അത്രയധികം സാമ്യമാണ് ഈ ബസ്സുകൾക്കുള്ളത്. ഈ ബസ്സുകൾ കാത്തു നിന്നാൽ എത്തേണ്ട സ്ഥലത്ത് സ്ത്രീകൾക്ക് എത്താനും കഴിയില്ല. കെ.എസ്.ആർ.ടി.സിയിൽ സൗജന്യ യാത്ര വേണമെന്ന് കെ.എസ്.ആർ.ടി.സിയെ അറിയുന്ന കേരളത്തിലെ ഒരു സ്ത്രീ പോലും പറയില്ല. അധികാരം ലഭിക്കാൻ വേണ്ടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ എന്ന പേരിൽ ഒരു വാഗ്ദാനം കോൺഗ്രസ് തന്നെ മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. ഫാസ്റ്റ് ബസ്സിൽ എപ്പോൾ ഈ ആനുകൂല്യം നടപ്പിലാകും എന്ന് പറയാൻ മുഖ്യമന്ത്രി സതീശന് പോലും കഴിയുന്നില്ല. ഫലത്തിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നത് കടലാസിൽ മാത്രം ഒതുങ്ങുന്ന അവസ്ഥയാണ്. കെ.എസ്.ആർ.ടി.സി നഷ്ടത്തിലാണെന്ന് കേരളത്തിലുള്ളവർക്കറിയാം. എന്നിട്ട് എന്തിനാണ് കെ.എസ്.ആർ.ടി.സിയിൽ കയറിയുള്ള അഭ്യാസം എന്ന് മാത്രം ആർക്കും അറിയില്ല. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന പ്രഖ്യാപനമായിട്ട് മാത്രം ഒതുങ്ങേണ്ട അവസ്ഥയിലാണ്. എല്ലാ ജില്ലയിലും ഓർഡിനറി ഫാസ്റ്റ് ബസ്സുകളുടെ കണക്കെടുത്താൽ ഇതാണ് അവസ്ഥ. ഓർഡിനറി ബസ് എല്ലാവിടെയും നാമമാത്രമേയുള്ളൂ. കേരളത്തിലെ 3/4 സ്ത്രീകൾക്കും ഈ ആനുകൂല്യം ലഭിക്കാൻ പോകുന്നില്ല. ആനുകൂല്യം ലഭിക്കണമെങ്കിൽ കെ.എസ്.ആർ.ടി.സി ബസ്സുകളിൽ സൗജന്യ യാത്ര എന്ന യു.ഡി.എഫ് പ്രഖ്യാപനം നടപ്പിലാക്കുക തന്നെ വേണം. കേരളത്തിലെ ജനങ്ങളല്ല കുറ്റക്കാർ, കോൺഗ്രസ് ആണ്. ഇതുകൂടി ഓർക്കേണ്ടതുണ്ട്. വെള്ളം ചേർത്ത പ്രഖ്യാപനമാണ് നടപ്പിലാക്കാൻ പോകുന്നതെന്ന് കേരളത്തിലെ ഒരാൾ പോലും തെരഞ്ഞെടുപ്പിന് മുമ്പ് അറിഞ്ഞതുമില്ല. തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ ഒക്കെ തമാശയാണെന്ന് പറഞ്ഞത് മുൻ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനും മുൻ ഗവർണറുമായ പി.എസ്. ശ്രീധരൻപിള്ളയാണ്. കോൺഗ്രസിനെ ലക്ഷ്യമിട്ടാണ് പിള്ള ഇത് പറഞ്ഞതും. ഓർഡിനറി ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ് വ്യത്യാസമില്ലാതെ കേരളത്തിലെ മുഴുവൻ കെ.എസ്.ആർ.ടി.സി ബസ്സുകളും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന പ്രഖ്യാപനം നടപ്പിലായാൽ മാത്രം തെരഞ്ഞെടുപ്പ് വാഗ്ദാനം കോൺഗ്രസ് നടപ്പിലാക്കി എന്ന് പറയാൻ കഴിയുകയുള്ളൂ.